السلام عليكم ورحمة الله تعالى وبركاته. مرحبا 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 يا طلاب. كيف الحال؟ زين أنتم يا طلاب. അഞ്ചാം ക്ലാസ്സിലത്തെ മക്കളെ, നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ 4ാമത്തെ മൊഡ്യൂളാണ് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സാമിന് ഇനി കൂടുതൽ സമയമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ മൊഡ്യൂളുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ ചാപ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ വിശാലമായി അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ദിവസം വളരെ അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററുമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, 4ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ നമുക്ക് ചർച്ച ചെയ്താലോ, പഠിച്ചാലോ, കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. വളരെ സിമ്പിളായിരുന്നു. നമ്മുടെ 5ാമത്തെ ക്ലാസ്സുകാർക്ക് 4ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിളായിരുന്നു. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, 2ാമത്തെ മൊഡ്യൂളിലേക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നാലോ മക്കളെ. അൽ കൻസ്, എന്താ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, അൽ കൻസ്. എന്താ കൻസ് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം. എന്താ കൻസ് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു വലിയ നിധിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിക്കുന്നത്. നോക്കൂ, വസല ഇഹ്സാൻ, നമ്മുടെ ഇഹ്സാൻ എത്തി വാലിദിഹി, അവൻ്റെ ഉപ്പയുടെ കൂടെ. അപ്പോൾ 4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാഠം നമ്മൾ പറഞ്ഞിരുന്നു, അതൊരു അറിയിപ്പായിരുന്നു. എന്തിനെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നു? നമ്മുടെ ഒരു എക്സിബിഷൻ അല്ലേ, ഒരു എക്സിബിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പുമായിട്ടുള്ള ഒരു പാഠമായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത് 4ാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പഠിച്ചിരുന്നത്. അതിൻ്റെ തുടക്കമെന്നോണമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത് മക്കളെ, ഡിസ്കസ് ചെയ്യുന്നത്, പഠിക്കുന്നത്. നോക്കൂ, അപ്പോൾ വസല ഇഹ്സാൻ, നമ്മുടെ ഇഹ്സാൻ എത്തി വാലിദിഹി, തൻ്റെ ഉപ്പയുടെ കൂടെ എത്തി. എവിടേക്ക് എത്തി മക്കളെ? ഇലാ മഅ്റൽ സിറായി. എന്താ മഅ്റൽ സിറായി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാർഷിക എക്സിബിഷനിലേക്ക് അല്ലേ. അപ്പോൾ കാർഷിക എക്സിബിഷനിലേക്ക് എന്ത് ചെയ്തു, കാർഷിക പ്രദർശന സ്ഥലത്തേക്ക് നമ്മുടെ ഇഹ്സാനും അവൻ്റെ ഉപ്പയും എന്തായി എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, ഷാഹദ അക്ഷാഷൻ മുഖ്തലിഫൻ, അവർ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാളുകൾ കണ്ടു. അപ്പോൾ ഈ അക്ഷാക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാളുകൾക്കാണ് അക്ഷാക്കൻ എന്ന് പറയുക. അപ്പോൾ വ്യത്യസ്തപരമായിട്ടുള്ള സ്റ്റാളുകൾ എന്ത് ചെയ്തു നമ്മുടെ ഇഹ്സാൻ കണ്ടു. കാല ഇഹ്സാൻ, എന്നിട്ട് ഇഹ്സാൻ പറഞ്ഞു, യാ അബി, ഓ എൻ്റെ ഉപ്പയെ, അലാനിസ്തരി ബഅ്ലൽ ബുദൂർ വശതലാത്ത് വനഇരിസുഅ ഫിൽ ലഖായിബ് അലാ സത്ഇ മൻസിലിന. എന്നിട്ട് നമ്മുടെ പൊന്നുമോനായിട്ടുള്ള നമ്മുടെ ഇഹ്സാൻ അവൻ്റെ ഉപ്പയോട് പറയാണ്, അലാ നസ്തരി, നമുക്ക് വാങ്ങിക്കൂടെ അല്ലേ. അപ്പോൾ ആ മോനക്ക് എന്ത് ചെയ്യാനാണ്, വളരെ ഇഷ്ടമാണ് എന്ത്, കൃഷി ചെയ്യാനൊക്കെ. എന്നിട്ട് ആ ഉപ്പയോട് മകൻ ചോദിക്കുകയാണ്, നമുക്ക് വാങ്ങിക്കൂടെ എന്ത്, ബഅ്ലൽ ബുദൂർ, ചില വിത്തുകൾ. നമ്മൾ ബുദൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു, അതെന്താണ്, വിത്തുകൾക്കാണ് ബുദൂർ എന്ന് പറയുക. അതുപോലെ തന്നെ വശതലാത്ത് എന്ന് പറഞ്ഞാൽ തൈകളായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വിത്തുകളും അതുപോലെ തന്നെ കുറച്ച് തൈകളൊക്കെ നമുക്ക് വാങ്ങിക്കൂടെ എന്നാണ് നമ്മുടെ ഉപ്പയോട് നമ്മുടെ ഇഹ്സാൻ ചോദിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നു, എന്തിനാണ് നമ്മളത് വാങ്ങുന്നത്, എന്തിനാണ്? അല്ലേ, നമ്മൾ പറഞ്ഞു ബാഗുകൾ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന പ്രത്യേകം കവറുകൾക്കാണ് ബാഗ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ബാഗുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, വളർത്താം അല്ലേ, അതിനെ കുഴിച്ചിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ വളർത്താം. അല്ല സത്യ മനസ്സിലിന, നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ബാഗുകളിൽ എന്ത് ചെയ്യാം, ആ വിത്തുകളെയും അതുപോലെ തന്നെ ആ തൈകളെയും ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃഷി നടത്താമെന്ന് നമ്മുടെ ഇഹ്സാൻ ആരോട് പറയുന്നു, തൻ്റെ ഉപ്പയോട് പറയുന്നു. മനസ്സിലായോ മക്കളെ? നോക്കൂ, കാലൽ വാലിദു, ആ സമയം ഉപ്പ മറുപടി പറയാണ്. എന്താ പറയുന്നത്? ഞാൻ അല്ലേ, അതെ ആയിക്കോട്ടെ, ഓക്കെ. കാരണം എന്താ, നല്ലൊരു ആശയമാണ്, നല്ലൊരു കാര്യമാണ് നമ്മുടെ ഇഹ്സാൻ എന്ന് പറയുന്ന പൊന്നുമോൻ ആ ഉപ്പയോട് പറഞ്ഞു കൊടുത്തത്. അത് കേട്ട ഉപ്പക്ക് വളരെ സന്തോഷമായി. ഉപ്പ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ, ദാലിക അമലുൻ റായിഉൻ വ മുഫീദുൻ. ദാലിക അമൽ, അതൊരു പ്രവർത്തനമാണ്, അതൊരു പ്രവൃത്തിയാണ്. എങ്ങനത്തെ പ്രവർത്തനമാണ് മക്കളെ? റായിഉൻ എന്ന് പറഞ്ഞാൽ എന്താ, റായി, അതുപോലെ തന്നെ മുഫീദുൻ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നീ പറഞ്ഞത് അല്ലേ. അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇഹ്സാനെ നീ പറഞ്ഞത് എന്നെന്ത് പറയുന്നു നമ്മുടെ ഉപ്പ മകനോട് പറയുന്നു. സനസ്തരി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങാം. അങ്ങനെ അവരെന്ത് ചെയ്തു, അത്തരം തൈകളും അതുപോലെ തന്നെ ആ വിത്തുകളുമൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് വാങ്ങുന്നു. നോക്കൂ, ഇന്ത ഉറൂബ്, അവസാനം അസ്തമയ സമയം അല്ലേ. ഇന്ത ഉറൂബ് എന്ന് പറയുമ്പോൾ സൂര്യൻ
അസ്തമിക്കുന്ന സമയം നോക്കൂ, റജ ഇഹ്സാനും വാലിദിഹിൽ മൻസില്ലേ, നമ്മുടെ ഇഹ്സാനും അതുപോലെ തന്നെ അവൻ്റെ ഉപ്പയും എവിടേക്ക് പോയി മക്കളെ? വീട്ടിലേക്ക് പോയി. ഫി മജ്മൂയത്തിൽ ഫളിലി, വശാത്ര എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു അല്ലേ? വശാത്ര എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുകയാണ് എന്തെന്ന് പറയുക? ഷാത്തറ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റാളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. വാട്സപ്പിലാവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, ഏത് മാധ്യമങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ന്യൂസുകൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അത്തരം ഷെയർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക? ഷാത്തറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷാത്തറ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് ഷെയർ ചെയ്ത് കൊടുത്തു. ഫി മജ്മൂഅത്തിൽ ഫസ്ലിയ, അവൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ. അപ്പോൾ അവൻ്റെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അവൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്ത് കൊടുക്കുന്നു. കറഅത്തുല്ലാബുൽ ഇഗ്ലാൻ, അപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? ആ നോട്ടീസ് വായിക്കുന്നു. ഫഖാലു, അവർ പറഞ്ഞു, നഅം, അതെ. എന്താണ് അവർ പറഞ്ഞത്? നഅരിസു വനസ്റഉ ഫി മദ്രസ, നമുക്ക് എന്ത് ചെയ്യാം? മദ്രസയിൽ എന്ത് ചെയ്യാം? കൃഷി നടത്താം. എന്നിട്ട് ഇത്തരം വിത്തുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മദ്രസയിൽ എന്ത് ചെയ്യാം? മുളപ്പിക്കാം. അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം നമുക്ക് എന്ത് ചെയ്യാം? മദ്രസയിൽ തുടങ്ങാമെന്നുള്ളൊരു ആശയത്തിലേക്ക് ആരെത്തിച്ചേരുന്നു? നമ്മുടെ ക്ലാസ്സിൽ മുഴുവൻ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ? നമ്മളൊക്കെ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തരം പച്ചക്കറികൾ അതുപോലെ തന്നെ വ്യത്യസ്തരം ഫലങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുളപ്പിക്കാറുണ്ട് അല്ലേ? പയർ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചീരകൃഷി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അത്തരം കൃഷികളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മനോഹരമായിട്ടുള്ള കൃഷിത്തോട്ടമൊക്കെ എന്ത് ചെയ്യും? സൃഷ്ടിച്ചെടുക്കും. ഓരോ ക്ലാസ്സുകളിൽ ഓരോ കൃഷിത്തോട്ടങ്ങൾ അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ സൃഷ്ടിച്ചെടുക്കാറുണ്ട്. അതൊക്കെ എന്താണ് മക്കളെ? നല്ല കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നുനാക്കിഷുവനു ഇത് മുദക്കിറത്തൻ അനിസ്റാഹ അല്ലേ? കൃഷിയെക്കുറിച്ച് എന്ത് ചെയ്യാനാണ്? ചില വാക്കുകൾ എന്ത് ചെയ്യാൻ, ഒരു പാരഗ്രാഫ് നമ്മളോട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ സാറ് ഇവിടെ ചെറിയൊരു ഫോർമാറ്റായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അസിറാഅത്തു ലഹ അഹമ്മിയത്തുൻ കബീറത്തുൻ ഫിൽ ഹയാത്തിൽ ഇഹ്സാൻ അല്ലേ? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? കൃഷി എന്നുള്ളത്. ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ മഹാസംഭവമാണ് എന്ത്? കൃഷി എന്നുള്ളത്. നോക്കൂ, വഹിയ മസ്ദറുൽ ലിറിസ്ക് അല്ലേ? മസ്ദർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതാണ് അടിസ്ഥാനം. എന്തിന്? ലിറിസ്ക് അല്ലേ? ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം തയ്യാറാക്കപ്പെടുന്നത് എന്തിലൂടെയാണ് മക്കളെ? കൃഷിയിലൂടെയാണ് അല്ലേ? നമ്മൾ ദിനേന കഴിക്കുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ അരി, മറ്റേത് ധാന്യങ്ങളായിക്കോട്ടെ, അതൊക്കെ കൃഷി ചെയ്ത് അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന അരി ആയിക്കോട്ടെ, മറ്റേത് പച്ചക്കറി ആണെങ്കിലും തന്നാലും മുട്ടിമുളച്ചതാണോ? അല്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആയിരങ്ങൾ അല്ലേ ചോര നീരാക്കിക്കൊണ്ടിട്ട് എന്താണ് കൃഷിസ്ഥലങ്ങളിൽ അവർ അത്രയും മേൽ അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വഹിയ മസ്ദറുൽ റിസ്ക്, ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട സംഗതിയാണ് എന്ത്? കൃഷി എന്നുള്ളത്. അതുപോലെ തന്നെ ഫി ബിലാദിന അൻവാ സിറാഇയ അല്ലേ? നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്ത സ്ഥലം കൃഷികളുണ്ട്, വ്യത്യസ്ത സ്ഥലം ഫലങ്ങളുണ്ട്. നോക്കൂ, മുഖ്തലിഫൻ വ്യത്യസ്തരമായിട്ടുള്ള ഫലങ്ങളുണ്ട്. വമിൻ അഹമിയ, അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? അൽ ഉർസ് അർസ്. എന്താ അർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരി അല്ലേ? അതുപോലെ തന്നെ വൽഖംഹ് എന്ത്? ഗോതമ്പ്. അപ്പോൾ തുടങ്ങി എന്ത് ചെയ്യുക? നമ്മളും എന്ത് ചെയ്യുക? ഇതുപോലൊരു പാരഗ്രാഫ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു 4-5 വരെ നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. എക്സാമിന് അഥവാ നമ്മളോട് ഒരു ചോദിച്ചാൽ എന്ത് കൃഷിയെക്കുറിച്ച് ചോദിച്ചാൽ, കൃഷിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് എഴുതി തയ്യാറാക്കി കൂടെ. അതുകൊണ്ട് തന്നെ ചെയ്യുക എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നെക്റഉ വനഫ്ഉ, നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാൻ മനസ്സിലാക്കാം. മല ഇഹ്സാനുൽ അഖായിബിൽ ബിത്തുറാബി. അപ്പോൾ നമ്മോട് പറഞ്ഞു എന്ത്? ഇഹ്സാൻ എന്ത് ചെയ്യുന്നു? ആ ഒരു എക്സിബിഷനിൽ നിന്ന് ഒരുപാട് വിത്തുകളൊക്കെ എന്ത് ചെയ്യുന്നു? വാങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം സംഭവിക്കുന്നതാണ് പറയുന്നത്. എന്താണ്? മലഹ ഇഹ്സാൻ അല്ലേ? ഇഹ്സാൻ നിറച്ചു. മലഹ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിറച്ചു എന്നാണ് അർത്ഥം. അപ്പം മലഹ ഇഹ്സാൻ നിറച്ചു എന്ത്? അല്ല കായിബ, താൻ കൊണ്ടുവന്നിട്ടുള്ള ബാഗുകളൊക്കെ നിറച്ചു. ബിത്തുറാബ്, മണ്ണ് കൊണ്ട് അല്ലേ? അപ്പം മണ്ണ് കൊണ്ട് ചെയ്യുന്നു, എല്ലാ ബാഗുകളും നിറയ്ക്കുന്നു. അതുപോലെ തന്നെ അസ്മിത എന്ന് പറഞ്ഞാൽ എന്താണ്? വളങ്ങൾ കൊണ്ട്. എങ്ങനത്തെ വളങ്ങളാണ്? ത്വബീയ, അതായത് പ്രകൃതിയായിട്ടുള്ള ജൈവ വളങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? അത്തരം ബേഗുകളൊക്കെ നിറയ്ക്കുന്നു. അതുപോലെ തന്നെ ബദറ ബുദൂറൻ എന്ത് ചെയ്യുന്നു? വിത്തുകൾ എന്ത് ചെയ്യുന്നു? നടുന്നു. അതുപോലെ തന്നെ വറസ ശത്തലാത്ത് അല്ലേ? ഒരുപാട് തൈകൾ എന്ത് ചെയ്യുന്നു? വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ആ ബേഗുകളിലൊക്കെ എന്ത് ചെയ്യുന്നു? മണ്ണ് നിറയ്ക്കുന്നു. അതുപോലെ തന്നെ നല്ല വളങ്ങൾ എന്ത് ചെയ്യുന്നു? നിറയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവൻ വിത്ത് നടുന്നു. അതുപോലെ തന്നെ തൈകളൊക്കെ എന്ത് ചെയ്യുന്നു? ആ ബേഗിൽ അവൻ എന്ത് ചെയ്യുന്നു?
നടുന്നു. എന്നിട്ട് നോക്കൂ, ബദഅയസ്കി കുല്ല യൗമിൻ സ്വബാഹൻ വ മസാൻ, എല്ലാ ദിവസവും എന്ത് ചെയ്യും, നമ്മുടെ ഇഹ്സാൻ എന്ന് പറയുന്ന മകൻ എന്ത് ചെയ്യും, ആ കൃഷി അവൻ നട്ടിട്ടുള്ള വിത്തുകളും അതുപോലെ തന്നെ തൈകളൊക്കെ എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അവൻ എന്ത് ചെയ്യുന്നു, നനച്ചു കൊടുക്കുന്നു. നോക്കൂ, നബത്തത്തി ബുദൂർ വനമത്തി ശതരാത്ത യോമൻ ബാധ യോമൻ അല്ലേ, ഓരോ ദിവസം കഴിയും തോറും ദിനേനല്ലേ, ഓരോ ദിവസം കഴിയും തോറും എന്ത് ചെയ്യുന്നു, നമ്മുടെ വിത്തുകളും അതുപോലെ തന്നെ തൈകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വളരാൻ തുടങ്ങി അല്ലേ. അപ്പോൾ വിത്തുകളായിരുന്ന തൈകളായിരുന്ന ചെറിയ ചെറിയ വിത്തുകളൊക്കെ എന്ത് ചെയ്തു, പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി, അതെന്ത് ചെയ്യാൻ തുടങ്ങി, വളരാൻ തുടങ്ങി അല്ലേ. ചെറിയ ചെറിയ തൈകൾ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസം കഴിയും തോറും എന്ത് ചെയ്യുന്നു, അതൊക്കെ വലിയ വൃക്ഷങ്ങളായിട്ട് അല്ലെങ്കിൽ വലിയ ഫലങ്ങൾ എന്തെന്നു അത് ഫലിക്കുന്നു. എന്നിട്ട് നോക്കൂ, അസ്മറത്ത്, അങ്ങനെ എന്ത് ചെയ്തു, ദിവസം കഴിയും തോറും അതെന്ത് ചെയ്തു, ഫലങ്ങൾ തരാൻ തുടങ്ങി. ഹത്ത ഹസദൽ ഹദസ വ തൊമാത്തിം അല്ലേ. അപ്പോൾ നോക്കൂ, എന്നിട്ട് അവനക്ക് എന്തൊക്കെ ലഭിച്ചു, ഹത്ത ഹസദ്, അവനെന്ത് ചെയ്തു, വിളവെടുത്തു. എന്തൊക്കെ വിളവെടുത്തു, ഹത്ത ഹസദൽ ഹദസ, അവൻ പയർ അല്ലേ, ഹദസ എന്ന് പറഞ്ഞാൽ പയറിൻ്റെ വിളവെടുപ്പ് നടത്തി. അതുപോലെ തന്നെ തൊമാത്തി എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ വിളവെടുപ്പ് നടത്തി. അതുപോലെ തന്നെ ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, വയുതന. അപ്പോൾ വയുതനയും അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ ഭാമിയ എന്ന് പറഞ്ഞാൽ എന്താ, വെണ്ടക്ക അല്ലേ. അപ്പോൾ വെണ്ടക്ക, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ തന്നെ വയുതനങ്ങ, അതുപോലെ തന്നെ പയർ, ഇത്തരം കൃഷികളൊക്കെ എന്ത് ചെയ്തു, അവൻ ഇത്തരം കൃഷികളോടൊക്കെ വിളവെടുപ്പ് അവൻ എന്ത് ചെയ്ത് നടത്തി അല്ലേ. ഹദസ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പയറാണ്. അതുപോലെ തന്നെ തൊമാത്തിം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വയുതനങ്ങയാണ്. ഭാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടക്കയാണ്. ഇത്തരം ചില കൃഷികളുടെ അല്ലേ, ചില കൃഷികളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലേ. ചില പച്ചക്കറി വർഗ്ഗങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്നിട്ട് നോക്കൂ, ഫംതല കൽബുഹു ബിൽ ഫറഇ വസ്സുറൂർ, ഫംതല എന്ന് പറഞ്ഞാൽ എന്താ, ആ സമയത്ത് നിറഞ്ഞു. അപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് നട്ടിട്ടുള്ള വിത്തുകളും തൈകളൊക്കെ എന്ത് ചെയ്യാണ്, അത് മുളച്ച് അതിൻ്റെ ഫലങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇഹ്സാനിൻ്റെ മനസ്സിന് അത് വല്ലാത്ത സന്തോഷം കൊണ്ട് നിറച്ചു. അങ്ങനെയല്ലേ അവൻ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തക്കാളിയും അതുപോലെ തന്നെ വയുതന അതുപോലെ തന്നെ പയറൊക്കെ എന്ത് ചെയ്യുന്നത്, അവനക്ക് വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ, ആ ഫലങ്ങൾ കണ്ട സന്തോഷത്തിൽ അവനക്ക് എന്തായി, വളരെയധികം ആനന്ദം അവൻ്റെ മനസ്സിലെന്തായി ഉണ്ടായി. എന്നിട്ട് നോക്കൂ, ഫിയോമിൻ അൽ മുസാരിഖീന അഹദ്ദ ഇഹ്സാൻ മഹ്ദൂബത്തൻ ഫാഹിറത്തൻ ഫീ ബൈത്തി, അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്യാണ്, അവനൊരു സദ്യ തയ്യാറാക്കുകയാണ്. അപ്പോൾ നോക്കൂ, മഹ്ദൂബത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സദ്യ എന്നാണ്. അപ്പോൾ ഈ കൃഷി ദിവസത്തിൽ യോമിൽ മുസാരിഖീൻ എന്ന് പറഞ്ഞാൽ എന്താ, കൃഷി ദിനം. അപ്പോൾ കൃഷി ദിനത്തിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സന്തോഷമെന്നോളം നമ്മുടെ ഇഹ്സാൻ എന്ത് ചെയ്യുന്നു, ഒരു സദ്യ തയ്യാറാക്കുന്നു. ഫാഹിറത്തൻ ഫീ ബൈത്തി, അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, അവനൊരു സദ്യ തയ്യാറാക്കുന്നു. ഇലൈഹ വദഅ, അവൻ വിളിച്ചു. ആരെ വിളിച്ചു, സുമലാഹു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ഇലൈഹി, ആ ഒരു സദ്യ പരിപാടിയിലേക്ക്. അപ്പോൾ അവൻ വളരെ വ്യത്യസ്തപരമായിട്ട് കൃഷി ദിനത്തിൻ്റെ അന്ന് അല്ലേ, അപ്പോൾ കാർഷിക ദിനത്തിൻ്റെ അന്ന് അവനെന്ത് ചെയ്യുന്നു, വളരെ മനോഹരമായിട്ടുള്ള അല്ലേ പച്ചക്കറികൾ കൊണ്ട് മാത്രം അവനെന്ത് ചെയ്യുന്നു, ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വിളിച്ച് വരുത്തുന്നു. എന്നിട്ട് നോക്കൂ, തനാവലു അൽ വജബാത്ത ഫരീഹീന വഅതാമഹും ഖീസമിൻ ഖുല്ലാരി ഫവാക്കിൽ ഹദിയ അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു, തനാവൽ, അവർ ഭക്ഷിച്ചു. വജബത്തൻ ഫരീഹീന അല്ലേ, വളരെ സന്തോഷത്തോടു കൂടെ വയറ് നിറയെ അവരെന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അതിനുശേഷം നോക്കൂ, വഅതാഹും ഖീസ, അവർക്ക് എന്ത് ചെയ്തു, ഒരു കവറ് കൊടുത്തു. അപ്പം ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, അതിന് പുറമെ വീണ്ടും നമ്മുടെ ഇഹ്സാൻ ചെയ്യുന്നു. എന്ത്, ഒരു കീസ് കൊടുത്തു. മിനൽ ഖുല്ലാരി ഫവാക്കി, പച്ചക്കറികളിൽ നിന്ന് അതുപോലെ തന്നെ പഴങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, ഒരു കവറ് കൊടുത്തു, ഹദിയായിട്ട്. അപ്പോൾ ഒരു കവറിൽ നിറയെ അവൻ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളൊക്കെ എന്ത് ചെയ്തു, അവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ള ഓരോ കൂട്ടുകാർക്കും അവൻ നൽകി. നോക്കൂ മക്കളെ, അപ്പോൾ നോക്കൂ, ആ കാര്യം മനസ്സിലായോ, നമ്മുടെ പൊന്നുമോനായിട്ടുള്ള ഇഹ്സാൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനം അല്ലേ, വളരെ മനോഹരമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, കൃഷികൾ ഉപ്പയോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വിത്തുകൾ വാങ്ങുന്നു, തൈകൾ വാങ്ങുന്നു, അതവൻ കൃഷി ചെയ്യുന്നു. ആ ചെയ്ത കൃഷി ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്യുന്നു, കാർഷിക ദിനത്തിൻ്റെ അന്ന് അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നു. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടെ ഹദിയയായിട്ട് ഒരുപാട് പച്ചക്കറികൾ അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങൾ എന്ത് ചെയ്യുന്നു, ഹദിയയായിട്ട്. ഹദിയ എന്ന് പറഞ്ഞാൽ എന്താ, സമ്മാനമായിട്ട് നൽകുക അല്ലേ, ഒരു പൈസയും വാങ്ങാതെ നൽകുന്നതിനാണ് എന്ത് പറയുക, ഹദിയ എന്ന് പറയുക. അപ്പോൾ ഹദിയയായിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരം സമ്മാനങ്ങൾ എന്ത് ചെയ്യുന്നു, അവൻ്റെ കൂട്ടുകാർക്ക് നൽകുന്നു. എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിലൂടെ പഠിക്കുന്നത്. എന്നിട്ട് നോക്കൂ മക്കളെ, അതിന്
അതിനുശേഷം നോക്കൂ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം പഠിക്കാം. ഇത് അതത് സുമല, നമുക്ക് അവൻ്റെ കൂട്ടുകാരുടെ എണ്ണം പറയാം. അപ്പോൾ നമ്മൾ എണ്ണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. 1 മുതൽ 20 വരെ അല്ലെങ്കിൽ 30 വരെ 40 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അധിക പേർക്കും എന്ത് ചെയ്യാം, അറബിയിൽ എണ്ണാൻ അറിയാം അല്ലേ. ഒന്നിന് എന്താ പറയുക, വാഹിദ്, 2 ഇസ്നാനി, സലാസ, അർബ, അംസ, സിത്ത, സബ് അല്ലേ. അതുപോലെ തന്നെ സമാനിയ, തിസ്, അഷറ, ഇതൊക്കെ എന്താണ് എൻ്റെ എല്ലാ മക്കൾക്കും എണ്ണാൻ അറിയുന്നതാണ് സാറ് വിശ്വസിക്കുന്നത്. നോക്കൂ, അപ്പോൾ ത്വാലിബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യാർത്ഥി. വാഹിദിൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കാണ് എന്തെന്ന് പറയുക, ത്വാലിബ് എന്ന് പറയുക. അപ്പോൾ ത്വാലിബുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കാണ് എന്ത്, ത്വാലിബുൻ വാഹിദ് എന്ന് പറയുക. ത്വാലിബാനി ഇസ്നാനി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 2 കുട്ടികൾക്കാണ് എന്തെന്ന് പറയുക, ത്വാലിബാനി ഇസ്നാനി എന്ന് പറയുക. 3 കുട്ടികൾക്ക് എന്താ പറയുക, സലാസത്ത് തുല്ലാബുൻ അല്ലേ. 3 കുട്ടികൾക്ക് എന്ത് പറയുന്നു, സലാസത്ത് തുല്ലാബുൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നിൽ നമ്മൾ പ്രയോഗിച്ചത് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ത്വാലിബ് എന്നുള്ളതായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഫസ്റ്റ് വന്നിരുന്നത്. നോക്കൂ, ത്വാലിബുൻ വാഹിദിൻ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 2ഉം 3ലേക്കുമൊക്കെ എത്തിയപ്പോൾ എന്തായി, സോറി 2ലും നമ്മൾ പറഞ്ഞു എന്ത്, ത്വാലിബാനി ഇസ്നാനി എന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ ത്വാലിബാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ 3ലേക്ക് എത്തിയപ്പോൾ സലാസത്തു തുല്ലാബുൻ, ആദ്യം എണ്ണം പറഞ്ഞു, അതിനുശേഷം കുട്ടികളെ പറഞ്ഞു അല്ലേ. അപ്പോൾ 1ൽ നമ്മൾ പറഞ്ഞു ത്വാലിബുൻ വാഹിദിൻ എന്ന് പറഞ്ഞു, 2ൽ നമ്മൾ പറഞ്ഞു ത്വാലിബാനി ഇസ്നാനി എന്ന് പറഞ്ഞു. കാരണം എന്താ, ത്വാലിബ് എന്താണ്, ത്വാലിബ് എന്താണ്, ഇസ്നാനി അല്ലേ, മുസന്നയാണ്, 2 അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇസ്നാനി എന്ന് പറഞ്ഞു. നോക്കൂ, സലാസത്തു എന്ന് പറയുമ്പോൾ അത് ജം ആയി മാറി. 3 ആളുകൾക്ക് നമ്മൾ എന്ത് പറയും, ജം, ഒരു കൂട്ടത്തെക്കുറിച്ച് പറയും എന്ത്, 3 ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു കൂട്ടത്തിന് നമ്മൾ ജം എന്ന് പറയും. അതുകൊണ്ട് തന്നെ സലാസത്തു എന്ന് പറയുന്ന എണ്ണം എന്ത് ചെയ്തു, തുല്ലാബ് എന്നുള്ളതിനേക്കാളും മുൻകടന്നു. അപ്പോൾ സലാസത്തു തുല്ലാബുൻ എന്ന് അവിടെ പറഞ്ഞു. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. 4ാമത്തെ നോക്കൂ, അർബഅത്തു തുല്ലാബുൻ അല്ലേ. ആദ്യം എണ്ണം പറഞ്ഞു, അതിനുശേഷം എന്ത് പറഞ്ഞു, കുട്ടികളെ പറഞ്ഞു, അർബഅത്തു തുല്ലാബുൻ. ഇനി നോക്കൂ, നമ്മുടെ 5 ആളുകൾക്ക് എന്താ പറയുക, ഹംസത്തു തുല്ലാബുൻ എന്നാണ് 5 കുട്ടികൾക്ക് പറയുക അല്ലേ. അതുപോലെ തന്നെ 6 കുട്ടികൾക്ക് എന്താ പറയുക, സിത്തത്തു തുല്ലാബിൻ എന്നാണ് എന്ത് ചെയ്യുക, പറയുക. അതുപോലെ തന്നെ 7 കുട്ടികൾക്ക് എന്താ പറയുക, സബഅത്തു തുല്ലാബിൻ. 8 കുട്ടികൾക്കോ സമാനിയത്തു തുല്ലാബിൻ. 9 കുട്ടികൾക്കോ തിസ്അത്തു തുല്ലാബിൻ. 10 കുട്ടികൾക്കോ ഹശറത്തു തുല്ലാബിൻ. മനസ്സിലായോ മക്കളെ. അപ്പോൾ ഈ തുല്ലാബിൻ, ബിൻ 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 എല്ലാത്തിലും എന്ത് ചെയ്യണം, കസർ ചേർക്കണം. മനസ്സിലായോ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്ത്, ഇവിടെ ഒക്കെ ആണുങ്ങളല്ലേ, തുല്ലാബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അല്ലേ, ആൺകുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, തുല്ലാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എണ്ണത്തിൽ എന്ത് ചെയ്തത്, താഇനെ ചേർത്തത് അല്ലേ. സബ് അത്തുൻ, ഒറ്റ ഉദാഹരണം സാറ് പറഞ്ഞുതരാം. സബ് അത്തുൻ എന്ന് ഈ താഇനെ ചേർക്കാൻ കാരണം തുല്ലാബിൻ എന്നത് അതെന്താണ് മക്കളെ, ആണായത് കൊണ്ടാണ് അല്ലേ. ആൺകുട്ടികളെയാണ് ഇവിടെ തുല്ലാബ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എണ്ണത്തിൽ നമ്മൾ താഇനെ ചേർത്തത്. ഇനി നേരെ മറിച്ച് തുല്ലാബത്തിൻ എന്ന് പെണ്ണിനെ ചേർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ തായിനെ അല്ലേ, സബഅത്തു എന്നുള്ള ഈ തായിനെ എന്ത് ചെയ്യും, നമ്മൾ കളയും. അപ്പം പെണ്ണാകുമ്പോൾ എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യും, തായിനെ കളയും. ആണാകുമ്പോൾ എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യും, തായിനെ ചേർക്കും. മക്കൾക്ക് മനസ്സിലായോ. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മക്കൾ പഠിച്ചു വെക്കുക. അപ്പോൾ എണ്ണത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുക, ത്വാലിബു എന്നായിരുന്നു നമ്മൾ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്തിരുന്നത് എന്തായിരുന്നു, കുട്ടികളെക്കുറിച്ചായിരുന്നു. ആ കുട്ടിയെക്കുറിച്ചായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. 2ാമത്തെ എണ്ണത്തിൽ നമ്മൾ പറഞ്ഞിട്ട് എന്താ, ത്വാലിബാനി ഇസ്നാനി എന്നാ. പക്ഷെ 3ാമത്തെ എണ്ണത്തിലെത്തിയപ്പോൾ ത്വാലിബാനി സലാസ എന്നാണോ പറഞ്ഞത്, അല്ല, സലാസത്ത് തുല്ലാബുൻ എന്നായി മാറി അല്ലേ. ജം ആയതുകൊണ്ട് തന്നെ തുല്ലാബുൻ എന്നുള്ളത് നമ്മളെന്തായി, ത്വാലിബ് എന്നുള്ളത് നമ്മളെന്താക്കി, ജംഇലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. ത്വാലിബ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ ത്വാലിബാനി എന്ന് പറഞ്ഞാൽ 2 വിദ്യാർത്ഥികളായിരുന്നു. പക്ഷേ 3 പിന്നെ അങ്ങോട്ടൊക്കെ എന്താണ്, ജം ആണ്, ഒരു കൂട്ടത്തെക്കുറിച്ച് പറയാണ്. അതുകൊണ്ട് തന്നെയാണ് 3ലേക്ക് എത്തിയപ്പോൾ തുല്ലാബ് എന്ന് പറഞ്ഞത്. 4ലേക്ക് എത്തിയപ്പോഴും മക്കളെ നമ്മൾ പറഞ്ഞു തുല്ലാബുൻ. 5ലേക്ക് എത്തിയപ്പോഴും തുല്ലാബുൻ എന്നാണ് പറഞ്ഞ്, അല്ലാതെ ത്വാലിബുൻ എന്നല്ല. മക്കൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ 1ലും 2ലും ഫസ്റ്റ് നമ്മൾ എന്തിനെ പറഞ്ഞു, തുല്ലാബ് എന്ന് പറഞ്ഞു അല്ലേ. ത്വാലിബുൻ വാഹിദുൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ത്വാലിബാനി ഇസ്നാനി എന്ന് പറഞ്ഞു. പക്ഷെ 3ലേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എണ്ണത്തെ മുൻകടിയിപ്പിച്ചു. എണ്ണത്തെ ആദ്യം പറഞ്ഞു സലാസത്തു, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ കുറിച്ച് പറയുന്നത് അല്ലേ. സലാസത്തു തുല്ലാബുൻ. അപ്പോൾ 3ന് ശേഷം അങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, അത് ജം ആണ്, ശരിയല്ലേ. 3ൽ കൂടുതലുള്ളതല്ലേ അതിനുശേഷം വരുന്നതൊക്കെ. അതുകൊണ്ടാണ് അർബഅത്തു തുല്ലാബിൻ എന്ന് പറഞ്ഞത്, ഹംസത്തു തുല്ലാബിൻ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. ആ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ.
അപ്പോൾ എണ്ണങ്ങൾ എന്ത് ചെയ്യുക, മടിച്ച് വെക്കുക. അതുപോലെ തന്നെ നെതറഫ് വനുക്കുമിൽ നമുക്ക് എന്ത് ചെയ്യുക, വായിക്കാൻ പൂർത്തിയാക്കാം. മക്കൾക്ക് 11 മുതൽ 20 വരെ എണ്ണാമെന്ന് സാറിന് വളരെ മനോഹരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് 11 നമ്മൾ എന്താ പറയുക, അഹദ അഷറ എന്നാണ് പറയുക. 12 നമ്മൾ എന്ത് പറയും, ഇസ്ന അഷറ എന്ന് പറയും. 13 എത്തുമ്പോൾ സലാസത്ത അഷറ എന്ന് പറയും. 14 എത്തുമ്പോൾ അർബഅത്ത അഷറ. അപ്പോൾ സ്വാഭാവികമായിട്ടും അർബഅ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് 4 നമുക്കറിയാം. അതിൻ്റെ കൂടെ 10 ഗുണം ചേർത്തിട്ടല്ലേ 14 ആകുന്നത് മക്കളെ. 10 + 4 എന്ത്, 14, ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, 4, അതിനുശേഷം അഷറ 10. അപ്പോൾ ഈ 10ഉം 4 എത്രയായി, 14ആയി. അങ്ങനെയല്ലേ നമ്മൾ അറബിയിൽ എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ 15 നമ്മൾ എന്താ പറയുക, 5 എന്തായിരുന്നു പറഞ്ഞത് മക്കളെ, ഹംസ എന്നല്ലേ നമ്മൾ 5 എണ്ണിയിരുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്താ വരിക, ഹംസ എന്നല്ലേ വരിക. അതിനുശേഷം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഹംസ അഷറ എന്ത് ചെയ്താൽ മതി, ചേർത്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ, ഹഷറ അല്ലേ, ഹംസ അഷറ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ ചേർത്തി പറഞ്ഞാൽ മതി, ഹംസത്ത അഷറ. ശരിയല്ലേ മക്കളെ? ആദ്യം 5 പറഞ്ഞു, പിന്നെ 10 പറഞ്ഞു, 15ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും 16 എങ്ങനെ പറയാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. 16 നമുക്ക് പറയാം എന്ത്, 6 നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്, സിത്ത എന്നാണ് എന്ത് ചെയ്തത്, 6 പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സിത്ത, അതുപോലെ തന്നെ അഷറ അല്ലേ. 10 പറയും എന്ത്, അഷറ എന്ന്. അപ്പോൾ സിത്ത അഷറ എന്ന് പറഞ്ഞാൽ അത് എത്രയായി മാറി, 16ആയിട്ട് മാറി. അതുപോലെ തന്നെ 17 നമ്മൾ എന്ത് പറയും, സബ്അ എന്ന് പറഞ്ഞാൽ എന്താണ്, ആണ്. അപ്പം സബ്അ എന്ന് പറഞ്ഞാൽ ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഒരു അഷറ ചേർത്ത് കൊടുത്താൽ മതി, 17ആയി. സിത്ത അഷറ എന്ന് പറഞ്ഞാൽ സിത്തത്ത അഷറ, സബ്അത്ത അഷറ എന്ന് പറഞ്ഞാൽ എത്രയായി, 17ആയി. 18 നമ്മൾ പറഞ്ഞിരുന്നു സമാനിയയാണ് അല്ലേ, സമാനിയത്ത അഷറ, സമാനിയത്ത അഷറ എന്ന് പറയുമ്പോൾ അത് 18ആയി മക്കളെ. 19 നമ്മൾ പഠിച്ചിരുന്നു എന്ത്, തിസ് അല്ലേ. അപ്പോൾ തിസ് എത്ത അഷറ, തിസ് എത്ത അഷറ എന്ന് പറയുമ്പോൾ അതെന്തായി മാറി, 19ആയി മാറി. ഇഷ്റൂൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, 20ആണ്. മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ 6 + 10 അതാണല്ലോ 16 ആവുന്നത്. അപ്പോൾ 6 നമ്മൾ പഠിച്ചു എന്തായിരുന്നു, സിത്ത എന്നാണ് പഠിച്ചത്. ആ സിത്തയുടെ കൂടെ ഒരു 10 കൂടി ചേർത്താൽ പോരെ, ഇഷുർ അഷറാന്ന് ചേർത്താൽ എന്തായി, സിത്ത അഷറ അല്ലേ, സിത്തത്ത അഷറ എന്നായി. 20 നമ്മൾ പഠിച്ചു എന്ത്, ഇഷ്റൂൻ അല്ലേ. 20 നമ്മൾ ഒരിക്കലും എന്താവരുത്, 2 + 10 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ഇസ്ന അഷറ എന്നും പറയരുത്. 20 നമ്മൾ എന്ത് പറയും, 20 നമ്മൾ പറയാം എന്താ, ഇഷ്റൂൻ എന്നാണ്. മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. എണ്ണത്തെക്കുറിച്ച് 1 മുതൽ അതുപോലെ തന്നെ 20 വരെ മക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, നെക്റഉ വ നക്തുബു, നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ആര് സംസാരിക്കുന്നു, ഈ ചിത്രം കണ്ടാൽ തന്നെ തിരിയും, ഇതാണ് നമ്മുടെ വെണ്ടക്ക. അപ്പോൾ വെണ്ടക്കയെ സ്വയം എന്ത് ചെയ്യാനാണ്, പരിചയപ്പെടുത്തുകയാണ് അല്ലേ. അപ്പോൾ വെണ്ടക്ക എന്ത് ചെയ്യുന്നു, വെണ്ടക്കയെ സ്വയം പരിചയപ്പെടുത്തുന്നു. നോക്കൂ, ലൗനി അഹ്ലർ, എൻ്റെ കളർ എന്താണ്, അഹ്ലറാണ്. അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. അപ്പോൾ എൻ്റെ കളർ പച്ചയാണെന്ന് ആര് പറയുന്നു, നമ്മുടെ വെണ്ടക്ക പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജിസ്മി, എൻ്റെ ശരീരം എന്താണ്, തൊവീലുണ്ട്, നീണ്ടതാണ്. അതുപോലെ തന്നെ നഹീൽ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളും ഈ വേർഡുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം നമ്മളോട് ഇനി മറ്റൊരു പച്ചക്കറിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എളുപ്പത്തിൽ എഴുതാൻ കഴിയണ്ടേ. അതിന് നമ്മൾ എന്ത് വേണം, തൊവീൽ എന്ന് പറഞ്ഞാൽ നീണ്ടതാണെന്നും അതുപോലെ തന്നെ നഹീൽ എന്ന് പറഞ്ഞാൽ അത് മെലിഞ്ഞതാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ അറബി പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിന് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ലൗനി അഹ്ലർ, എൻ്റെ കളർ പച്ചയാണ്. ജിസ്മി തൊവീലും വ നഹീലുൻ, എൻ്റെ ശരീരം എന്നുള്ളത് അല്ലേ, ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം അതെന്താണ്, നീണ്ടെന്നും അതുപോലെ തന്നെ മെലിഞ്ഞതുമാണ്. അനിയത്തൻ ബിൽ ഫിത്താമിനിയ, അനിയത്തൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഐശ്വര്യവാനാണ്. അതായത് ഫിത്താമിനിയ എന്ന് പറഞ്ഞാൽ വിറ്റാമിനുകൾ. അപ്പോൾ എന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിറ്റാമിനുകൾ എന്ത് ചെയ്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വിറ്റാമിനുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്ത് കഴിക്കാം, വെണ്ട കഴിക്കാമെന്നാണ് വെണ്ട സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, യസ്തഹ്ദിമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാം അല്ലേ, അവരുടെ ഭക്ഷണത്തിൽ അവരെന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു, എന്നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ യസ്തഹ്ദിമുനി എന്ന് പറഞ്ഞാൽ എൻ്റെ സേവനം അവർ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, എന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇത്തരം ഫുഡുകളിലും കറികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെണ്ടക്കയെ ഉപയോഗിക്കുന്നുണ്ട്. അനമിനൽ ഹലറാവാത്ത്, ഞാനെന്താണ്, പച്ചക്കറിയിൽ നിന്നുള്ള ഒരു ഐറ്റമാണ് എന്നെന്ത് ചെയ്യുന്നു, നമ്മുടെ വെണ്ടക്ക സംസാരിക്കുന്നു. അടുത്ത നോക്കൂ,
നമ്മളെ മത്തങ്ങ അല്ലേ, ഈ കോലം കണ്ടാൽ തന്നെ നമുക്ക് തിരിവിതാരാണ്, മത്തങ്ങയാണ്. മത്തങ്ങയെക്കുറിച്ച് പറയുകയാണ് എന്ത്, ഓരോരുത്തരെ കുറിച്ച് പറയുക, ഓരോ പച്ചക്കറികളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ത് ചെയ്യാൻ ഓരോ പച്ചക്കറി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മളെ മത്തങ്ങക്കായി പറയണത് എന്താ അറിയോ, ലൗനി അസ്വർ, എൻ്റെ നിറം എന്താണ്, ലൗനി അസ്വർ എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ് അല്ലേ. അപ്പോൾ അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ചയും, അസ്വർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിനാണ് അസ്വർ എന്ന് പറയുക. അപ്പോൾ എൻ്റെ നിറം എന്താണ്, അത് മഞ്ഞയാണ്. ജിസ്മി, എൻ്റെ ശരീരം എന്താണ്, ദായിരിയും വസമീനും അല്ലേ. ദായിരിയും വസമീൻ എന്ന് പറയുന്നത് തടിച്ചതാണ് അല്ലേ. അപ്പോൾ തടിച്ച ശരീരമാണ് എനിക്കുള്ളത്. അനിയത്തുൻ ഫിൽ വിറ്റാമിനി, ഞാൻ എന്താണ്, വിറ്റാമിനുകൾ നിറഞ്ഞ ഭക്ഷണമാണ്. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക, കളറിനെ കുറിച്ച് പഠിച്ചു വെക്കുക. അപ്പോൾ ഏതൊരു പച്ചക്കറി ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലൗനി എന്ന് പറഞ്ഞാൽ ആ പച്ചക്കറിയുടെ കളർ എഴുതി കൊടുത്താൽ പോരെ. അതുപോലെ തന്നെ ജിസ്മി എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ഒരു പച്ചക്കറി, ഏത് പച്ചക്കറി ആണെങ്കിലും അതെന്തായിരിക്കും, പയറാണെങ്കിൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം, തൊവിയിലും നഹീലും എഴുതി കൊടുത്തൂടെ അല്ലേ. നമ്മൾ ലൗനി നമ്മളോട് പരീക്ഷയിൽ പറഞ്ഞു പയറിനെ കുറിച്ച് എഴുതാൻ, പയറിൻ്റെ കളറും എന്താ മക്കളെ, പച്ചയല്ലേ. അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്ക് ഉപയോഗിച്ച് അതേ കാര്യങ്ങൾ ഉപയോഗിച്ചൂടെ, എങ്ങനെ, ലൗനി അസ്വർ എന്ന് അഹ്ലർ എന്ന് ഉപയോഗിച്ചൂടെ, പച്ചയാണല്ലോ പയറിൻ്റെ കളറും. അതുകൊണ്ടാണ് പറഞ്ഞത്, സാറ് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഏത് പച്ചക്കറിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് പറയുന്നത് എന്താ, അനിയത്തും ഫിൽ വിറ്റാമിനിയ അല്ലേ. ഏതൊരു പച്ചക്കറിയെ കുറിച്ച് ചോദിച്ചാലും വിറ്റാമിൻ, അനിയത്തും ഫിൽ വിറ്റാമിനി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏത് പച്ചക്കറിയിലും എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കാം. അതുപോലെ തന്നെ യസ്തഹ്ദിമുനി അല്ലേ, യസ്തഹ്ദിമുനി എന്നെ ഉപയോഗിക്കുന്നു, അന്നാസ് ജനങ്ങൾ, ദായിമൻ എപ്പോഴും ഫിൽ ഇദാമ് ഭക്ഷണത്തിൽ എന്നെ എപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ള പോയിന്റ് ഏത് പച്ചക്കറിയെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് പഠിച്ചു വെക്കാം, അത് എഴുതാം. അതുപോലെ തന്നെ അനമിനൽ ഖലറാവാത്ത്, ഞാൻ എന്താണ്, പച്ചക്കറിയിൽപ്പെട്ട ഒരു വിഭവമാണ്. ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏത് പച്ചക്കറിയെക്കുറിച്ച് ചോദിച്ചാലും എന്ത് ചെയ്യാം, നമുക്ക് എഴുതിയെടുക്കാം അല്ലേ. അതേ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തക്കാളി തന്നിട്ടുണ്ട്, തക്കാളിയെക്കുറിച്ച് എഴുതാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് എഴുതിക്കൂടെ, എന്ത്, സാറ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട് എന്താ, ലൗനി, എൻ്റെ കളർ എന്താണ്, അഹ്മർ അല്ലേ, ചുവപ്പ് അല്ലേ. തക്കാളി സ്വാഭാവികമായിട്ടും ചുവപ്പ് നിറത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ലൗനി അഹ്മർ എന്ന് എഴുതാം അല്ലേ. ലൗനി അഹ്മർ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. അതുപോലെ തന്നെ തക്കാളിയെക്കുറിച്ച് തക്കാളി പറയുന്നു എന്ത്, ജിസ്മി, എൻ്റെ ശരീരം എന്താണ്, ദായിരി, അതുപോലെ തന്നെ വസ്വഈറൻ, എൻ്റെ ശരീരം എന്നുള്ളത് എന്താണ്, തടിച്ചതും അതുപോലെ തന്നെ ചെറുതുമാണ്. തക്കാളി ചെറുതല്ലേ, അതുകൊണ്ടാണ് തക്കാളി പറയുന്നത് ദാഹിരി, അതുപോലെ തന്നെ വസ്വഈറൻ. എന്നോട് പറയുന്നത് യസ്തഹ്ദുമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാം, എല്ലാ ഭക്ഷണത്തിലും അവരെന്ത് ചെയ്യുന്നു, എന്നെ ഉപയോഗപ്പെടുത്തുന്നു. അനമിനൽ ഖലറാവാത്ത്, ഞാൻ എന്താണ്, ഒരു പച്ചക്കറിയിൽപ്പെട്ടൊരു വിഭവമാണ്. അപ്പം നോക്കൂ, നമ്മളിവിടെ ആകെ പഠിച്ചത് എന്താണ്, നമ്മളിവിടെ ആകെ പഠിക്കാത്തത് എന്താണ്, അഹ്മർ എന്ന് പറയുന്ന നിറം മാത്രമേ നമ്മൾ ഈ ഒരു പച്ചക്കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് എന്ത് ചെയ്യുക, ഒരു ഫോർമാറ്റ് മക്കൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അടുത്ത് നോക്കൂ, ഇനി എൻ്റെ കളർ എന്താണ്, അസ്വർ മഞ്ഞയാണ്. ഇതാരാ പറയുന്നത്, പഴമാണ് പറയുന്നത്. പഴം പറയുന്നു ലൗനി അല്ലേ, പഴത്തിൻ്റെ കളർ എന്താ മക്കളെ, മഞ്ഞയല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ലൗനി അസ്വർ, എൻ്റെ കളർ എന്താണ്, മഞ്ഞയാണ്. ജിസ്മി, എൻ്റെ ശരീരം എന്താണ്, തൊവിയിൽ നീണ്ടതാണ്. പഴം നീണ്ടിട്ടല്ലേ, ചെറുതല്ലല്ലോ. അപ്പോൾ വലിയകായി പഴം അല്ലേ, നേന്ത്രായക്ക എന്ന് പറയും. അപ്പോൾ ഈ നേന്ത്രായക്ക പറയാണ് എന്ത്, എൻ്റെ ശരീരം വലുതാണ്. അതുപോലെ തന്നെ യസ്തഹ്ദുനി മിനന്നാസി ദായിമൻ, എല്ലായ്പ്പോഴും എന്നെ ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്തിൽ, ഫിസുല്ല അല്ലേ. ഫിസെല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസെൽത്ത എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സലാഡിൽ എന്ത് ചെയ്യുന്നു, അതിനെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അനമിനൽ ഫവാക്കി, ഞാനെന്താണ്, പച്ചക്കറിയല്ല, നേരെ മറിച്ച് പഴങ്ങളിൽപ്പെട്ടൊരു വർഗ്ഗമാണ് അല്ലേ. അപ്പോൾ ആപ്പിൾ, അതുപോലെ തന്നെ മുന്തിരി, നാരങ്ങ, ഇതൊക്കെ എന്താണ്, പഴങ്ങളാണ്. അത് പച്ചക്കറികളാണോ, അല്ല. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വെണ്ടക്ക, പയറ്, തക്കാളി, ഉള്ളി, ഇതൊക്കെ എന്താണ്, പച്ചക്കറികളാണ്. ഫവാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, പഴങ്ങൾ. അത് മാറിപ്പോകരുത് കേട്ടോ. ഫവാക്കി എന്ന് പറഞ്ഞാൽ പഴങ്ങൾ എന്നാണ്. പഴങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴം, ആപ്പിൾ, മുന്തിരി, ഇതൊക്കെ എന്താണ്, പഴങ്ങളാണ്. ഖലറാവാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഖലറാവാത്ത് എന്ന് പറഞ്ഞാൽ അത് പച്ചക്കറികളാണ്. ഇപ്പം പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒറ്റ ഫോർമാറ്റ് പഠിച്ച മക്കൾക്ക് ഒക്കെ എഴുതി കൂടെ. മൂന്നാമത്തെ നോക്കൂ, നമ്മുടെ ഉള്ളി പറയുന്നു അല്ലേ. ഉള്ളി പറയുന്നത് എന്താ, ലൗനി അർജൂനി അല്ലേ, അർജുവാനി, എൻ്റെ കളർ എന്താണ്, ലൗനി അർജുവാനി, എൻ്റെ കളർ എന്താണ്, വയലറ്റാണ്. എന്നിട്ട് എന്ത് പറയുന്നു, ജിസ്മി ദായിരിയും വസ്വഗീറൻ അല്ലേ. നമ്മുടെ തക്കാളി പറഞ്ഞ അതേ പോയിന്റ്, എൻ്റെ ശരീരം എന്താണ്, വളരെ ചെറുതും അതുപോലെ തന്നെ തടിച്ചതുമാണ്, അത് ഉരുണ്ടതുമാണ്. അതുപോലെ തന്നെ യസ്തഹ്ദുനി അന്നാസി ദായിമൻ ഫിൽ ഇദാം, അവരുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു, അവരെപ്പോഴും എന്നെ ചേർക്കുന്നു. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഓരോ പോയിന്റിലും ഓരോ പച്ചക്കറിയെ
കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. എന്ത് യസ്തഹ്ദുമിനി മിനന്നാസി ദായിമിൻ ഫിൽ ഇദാം എന്ന് പറയുന്ന പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹനമിനൽ ഖദറാവാത്ത്, ഞാനെന്താണ് പച്ചക്കറിയിൽപ്പെട്ടൊരു ഇനമാണ്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായല്ലോ, ഒരൊറ്റ ഫോർമാറ്റ് നല്ലോണം പഠിച്ചാൽ ബാക്കി അങ്ങോട്ട് ഏത് പച്ചക്കറിയാണോ ചോദിച്ചത് അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത ഒന്നെങ്കിൽ നീണ്ടിട്ടായിരിക്കും അല്ലേ, ഒന്നെങ്കിൽ എന്തായിരിക്കും അത് മെലിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അത് തൊവിയിലായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും തടിച്ചതായിരിക്കും അല്ലേ, ദാഹിരിയായിരിക്കും. ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചാൽ നിങ്ങളോട് ഏത് പച്ചക്കറിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ മക്കളെ, ഫുൾ മാർക്ക് വാങ്ങിക്കൂടെ. അതാണ് സാറ് പറഞ്ഞത്, എന്താ ഒറ്റ പച്ചക്കറിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം. അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പാഠം അവസാനിപ്പിക്കാം. നക്റഉൽ കലിമാത്തു നതഅറഫു അലാ ഹുറൂഫ് ഷംസിയ വൽ ഖമരിയ. എന്താണ് ഷംസിയ ആയിട്ടുള്ള ഹർഫുകൾ, എന്താണ് ഖമരിയ ആയിട്ടുള്ള ഹർഫുകൾ? മക്കൾക്കൊക്കെ അറിയുമെന്നാണ് സാറിൻ്റെ വിശ്വാസം. അതായത് ഖമരിയ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം അല്ലേ, എഴുതുമ്പോൾ അലിഫ്ലാം എഴുതുകയും വായിക്കുമ്പോൾ അലിഫ്ലാം വായിക്കുകയും ചെയ്യുന്നതിനാണ് അൽ ഖമരിയ എന്ന് പറയുന്ന ഹർഫുകൾ പറയുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ, അൽ ഖമർ ഉദാഹരണം തന്നെ പറഞ്ഞുതരാം. അൽ ഖമർ എന്ന് പറയുന്നിടത്ത് അലിഫ്ലാം എയ്ത്തിൽ വരുന്നുണ്ട്. എയ്ത്തിൽ മാത്രമല്ല പറയുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, അൽ ഖമർ എന്നാണ് പറയുന്നത്. അക്കമർ എന്നാണോ അലിഫ്ലാം ചേർത്താതെയാണോ പറയുന്നത്? അല്ല, അലിഫ്ലാം ചേർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൽ ഖമർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എഴുതുമ്പോഴും പറയുമ്പോഴും അലിഫ്ലാം ഉപയോഗിക്കുന്നുണ്ടോ, അതിനാണ് ഹുറൂഫ് ഖമരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹുറൂഫുൽ ഖമരിയയും ഹുറൂഫ് ഷംസിയ എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറിപ്പോകരുത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അലിഫ്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അലിഫ്ലാം പറയുന്നുണ്ടെങ്കിൽ അൽ ഖമർ എന്ന് അൽ 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 അതിനല്ലേ അലിഫ്ലാം എന്ന് പറയുക അല്ലേ. അപ്പോൾ അൽ ഖമർ എന്ന് പറയുമ്പോൾ അവിടെ അലിഫ്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മക്കളെ അതെന്താണ്, ഹുറൂഫുൽ ഖമരിയയാണ്. ഓക്കെ അല്ലേ. ഇനി നേരെ മറിച്ച് എന്ത് ചെയ്യുന്നില്ല, അലിഫ്ലാം ഉപയോഗിക്കുന്നേ ഇല്ല അല്ലേ, അശംസ് അല്ലേ. അശംസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അലിഫ്ലാം ഉപയോഗിക്കുന്നില്ല, അതായത് അലിഫ്ലാം പറയുന്നില്ല. അത്തരം വാക്കുകൾക്കാണ്, അത്തരം വേർഡുകൾക്കാണ് എന്ത് ചെയ്യുന്നത് പറയുക, ഷംസിയായിട്ടുള്ള ഹർഫുകൾ എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ഇവിടെ ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അശ്ശത്തില, അതുപോലെ തന്നെ അൽ ബുദൂർ അല്ലേ. അശ്ശത്തില എന്നുള്ളടുത്ത് അൽ ഷത്തില എന്നാണോ വായിക്കുക? അല്ല, അശ്ശത്തില എന്നാണ് വായിക്കുക. സ്വാഭാവികമായിട്ടും ഇത് ഹുറൂഫ് ഷംസിയയാണോ ഹുറൂഫുൽ ഖമരിയയാണോ? മക്കളെ പറഞ്ഞാട്ടെ, ഇത് ഹുറൂഫ് ഷംസിയയാണ്. കാരണം അവിടെ അലിഫ്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കുമ്പോൾ പറയുമ്പോൾ അൽ ഷത്തില എന്നല്ല പറയുന്നത്, മറിച്ച് അശ്ശത്തില അല്ലേ. അലിഫ്ലാം ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹുറൂഫ് ഷംസിയയാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കൂ, അത്വമാത്തിം എന്നുള്ളടുത്ത് അൽ ത്വമാത്തിം എന്നാണോ പറയുന്നത്? അല്ല, അത്വമാത്തിം അല്ലേ. തക്കാളിയെക്കുറിച്ച് നമ്മൾ പറയുന്നു അത്വമാത്തിം, അല്ലാതെ അൽ ത്വമാത്തിം എന്ത് ചെയ്യുന്നില്ല അവിടെ പറയുന്നില്ല. അപ്പോൾ അത്വമാത്തിം എന്ന് പറയുന്നത് എന്താണ്, അത് ഹുറൂഫ് ഷംസിയയാണ്. എഴുതുമ്പോൾ അലിഫ്ലാം ഉണ്ട്, പക്ഷെ പറയുമ്പോൾ അലിഫ്ലാം ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഹുറൂഫ് ഷംസിയയാണ്. അലിഫ്ലാം ഉപയോഗിക്കാത്തതിനാണ് ഹുറൂഫ് ഷംസിയ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, അൽ ബുദൂർ അല്ലേ. അൽ ബുദൂർ എന്ന് പറയുമ്പോൾ അവിടെ അബ് ബുദൂർ എന്നാണ് ഉപയോഗിക്കുന്നത്? അല്ല, അവിടെ അലിഫ്ലാം ചേർത്തിയിട്ട് തന്നെയാണ് വായിക്കുന്നത്, അൽ ബുദൂർ എന്നാണ്. സ്വാഭാവികമായിട്ടും ഇതാണ് ഹുറൂഫുൽ ഖമരിയയാണ്. അടുത്ത് നോക്കൂ, അഫ്ഫവാഖി അല്ല, അൽ ഫവാഖി അല്ലേ. അൽ ഫവാഖി എന്ന് പറയുമ്പോൾ അൽ ഫവാഖി എന്ന് പറയുന്നിടത്ത് അലിഫ്ലാം എഴുതുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹുറൂഫുൽ ഖമരിയയാണെന്ന് എന്ത് ചെയ്യണം മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താ, ഈ പാഠഭാഗത്തിൽ നിന്ന് ഹുറൂഫുൽ ഖമരിയയും ഹുറൂഫ് ഷംസിയ എന്ത് ചെയ്യണം, നമ്മളിങ്ങോട്ട് എഴുതിയെടുക്കണം അല്ലേ. അത്തുല്ലാബ് അല്ലേ, അത്തുല്ലാബ് അൽ മരീദ്. അത്തുല്ലാബ് എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നില്ല, അൽ തുല്ലാബ് എന്ന് പറയൂല, അത്തുല്ലാബ് എന്നേ പറയും. സ്വാഭാവികമായിട്ടും ഇത് ഹുറൂഫുൽ എന്താണ്, ഷംസിയയാണ്. ശരിയല്ലേ മക്കളെ. ഇനി നോക്കൂ, അൽ മരീൽ. അൽ മരീൽ എന്നിടത്തുള്ളത് അം മരീൽ എന്നല്ല, അൽ മരീൽ എന്നാണ് ഉപയോഗിക്കുക. ഇതെന്താണ്, ഖമരിയയാണ്. അപ്പോൾ എന്താണ് ഖമരിയ, എന്താണ് ഷംസിയ? പല മക്കൾക്കും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാമിൽ പെട്ടെന്ന് തെറ്റിപ്പോകും. അതൊരിക്കലും തെറ്റിപ്പോകരുത്. കാരണം അലിഫ്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് എഴുത്തിലും അതുപോലെ തന്നെ പറച്ചിലിലും അല്ലേ, നമ്മൾ പറയുന്ന സമയം അത് അലിഫ്ലാം പറയുന്നതാണെങ്കിൽ അൽ ഖമർ എന്ന് പറയുന്നത് ഉദാഹരണം നോക്കി വെച്ചാൽ മതി. കാരണം എന്താ, അൽ ഖമർ എന്നുള്ളിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, അലിഫ്ലാം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹുറൂഫുൽ ഖമരിയ എന്നുള്ളിടത്തും എന്താണ്, ഈ അലിഫ്ലാം പറയുന്നിടത്താണല്ലോ
ഖമർ എന്ന് പറയുന്നതിൽ അലിഫ്ലാം പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അൽ ഹുറൂഫുൽ ഖമരിയക്കും എന്ത് പറയല്ലോ, സ്വാഭാവികമായിട്ടും അൽ എന്ന് പറയല്ലോ. അപ്പോൾ അതെന്താണ്, ഹുറൂഫുൽ ഖമരിയ അല്ലേ. അതുപോലെ തന്നെ ഷംസ് എന്നുള്ള ഉദാഹരണം നോക്കി, ഷംസ് എന്നുള്ളടുത്ത് അൽ ഷംസ് എന്ന് പറയൂല, എന്തേ പറയൂ, ഷംസിനെ പറയൂ. അപ്പോൾ ഹുറൂഫ് ഷംസിയ എന്ന് പറയുമ്പോൾ ഈ ഷംസ് എന്നുള്ളത് ഹുറൂഫ് ഷംസിയയിൽ പെട്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഷംസ് എന്നുള്ള ഉദാഹരണം ഹുറൂഫ് ഷംസിയയിൽ പെട്ടത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, അലിഫ്ലാം പറയുന്നില്ല. അപ്പോൾ അലിഫ്ലാം പറയുന്ന സ്ഥലത്ത് അലിഫ്ലാം പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹുറൂഫുൽ ഖമരിയയും, അലിഫ്ലാം പറയപ്പെടുന്നില്ലെങ്കിൽ അത് ഹുറൂഫ് ഷംസിയയാണെന്ന് എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചു വെക്കണം. ഒരു പക്ഷേ എക്സാമിന് നിങ്ങളോട് ഒരു പാരഗ്രാഫ് തന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഹുറൂഫ് ഷംസിയയും ഹുറൂഫുൽ ഖമരിയയും വേർതിരിച്ച് എഴുതാൻ വേണ്ടി പറയും. തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്, പഠിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവരുത്, ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യരുത്, തെറ്റി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് മക്കളെ പറഞ്ഞത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്ത് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഒറ്റ ചാപ്റ്ററും കൂടി നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സെറ്റാണ്. എക്സാമിന് നമുക്ക് പൊളിച്ചടക്കാം അല്ലേ. വളരെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എക്സാം എന്ത് ചെയ്യുക, പഠിച്ച് ട്രാക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറബിയിൽ ഫുൾ മാർക്ക് വാങ്ങാം. അതിനൊറ്റ ചാരി നിങ്ങൾ ചെയ്താൽ മതി, എക്സാമിനറിൻ്റെ കൂടെ നിൽക്കുക. ഓക്കെ, എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾക്ക് നിന്നാൽ വളരെ മനോഹരമായിട്ടുള്ള അറബി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാവർക്കും നല്ല അടിപൊളി വിജയം ഉണ്ടാവട്ടെ എന്ന് സാർ ആശംസിക്കുന്നു. താൽക്കാലികമായിട്ട് സാർ പോട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉടനെ വരാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജസാക്കുമുല്ലാഹ് ഖൈറൻ, ശുക്രൻ ലക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.